ഏറ്റവും ബെസ്റ്റ് തീരുമാനം. ഹലോ ഹലോ നമസ്കാരം. വിശാലി, എന്തോ ഞങ്ങള് കുടുംബത്തോടെ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ആഹാ, ഞാൻ ബേബി സാർ ഓൾറെഡി നമുക്ക് ബേബി സാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്റെ പേയ്മെന്റ് വർദ്ധിപ്പിക്കാൻ. വിശാലിക്ക് പേയ്മെന്റ് വർദ്ധിപ്പിക്കുന്ന കാര്യമല്ല, ഞങ്ങൾ വേറൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോ ഞെട്ടി എണീറ്റു. പെട്ടെന്ന് ആലോചിച്ചപ്പോ എന്താന്ന് ചോദിച്ചപ്പോ പിഷാരുടെ ഒരുപാട് കോമഡികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പിഷാരുടെ ഈ പ്രോഗ്രാമിൽ പറയുന്ന ഇൻസ്പിറേഷൻ സ്റ്റോറി ഉണ്ടല്ലോ, അതെന്നെ ഞങ്ങളുടെ ഗടാതെ ആകർഷിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ നമുക്ക് കോടി സ്വത്തുക്കളുള്ള ആൾക്കാരാണ്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും പാവങ്ങൾക്ക് സഹായം ചെയ്യണ്ടേ? അങ്ങനെ ഞങ്ങൾ സഹായം ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഒരാൾക്ക് അഭയം കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് പുള്ളിക്ക് വീടൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളി കയറി താമസിക്കാൻ പറ്റത്തില്ല. അവിടെ ഷെഡ് പോലത്തെ ചെറിയ വീടൊക്കെ സങ്കടം വരും അങ്ങനെ കിടക്കുന്ന കാണുമ്പോ. ഈ വലിയ വീട്ടില് പുള്ളിയെ കൂടി താമസിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോഴെങ്കിലും നീ എന്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചല്ലോടാ. ഈ മുതലിനെ കെട്ടിയപ്പോ നീ ചോദിച്ചില്ലല്ലോ അഭിപ്രായം. നീ എന്നെ അമ്മച്ചി അമ്മച്ചി എന്നാ വിളിക്കണേ, പക്ഷെ ഇവളുണ്ടല്ലോ, ഇവളെന്നെ അമ്മ ഇച്ചി എന്നാ വിളിക്കുന്നത്. ഈ എന്റെ അമ്മച്ചി മര്യാദക്ക് നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ പോകുമ്പോ അതൊക്കെ ആൾക്കാർ മൊബൈലിലൊക്കെ പോസ്റ്റ് ചെയ്യും. അപ്പൊ അമ്മച്ചിക്ക് എന്റെ പേര് കിട്ടൂലേ? ഏതായാലും ബേബി സാറ് ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയാണ്. കാരണം ഇതിന്റെ പ്രതിഫലം എന്തായാലും ഈശ്വരൻ തരും ബേബി സാറിന്. നല്ലൊരു കാര്യമാണ്. ഒരു പക്ഷെ ഒരു സമയത്ത് ബേബി സാറ് ചിലപ്പോ ഇതുപോലെ നശിഞ്ഞ് നാറാണക്കല്ല് പറിച്ച് കുത്തുപാള് എടുത്ത് പോകുമ്പോ അതുപോലെ ആരെങ്കിലും സഹായിക്കാൻ വരും എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ 3-4 വീടല്ലേ, ഞാൻ തന്നെ ഇത് ഓടി നടന്ന് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു നിലയിൽ നല്ല താമസം അദ്ദേഹത്തിന് ഒരുക്കും. അഭയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചക്രവാണി പുള്ളിനെ വിളിച്ചോ. അഭയേട്ടാ കേറി വാ. നമസ്കാരം. നമസ്കാരം. അങ്ങോട്ട് നമസ്കാരം. വിശാലി, ഇവിടെ ഒരു അതിഥിയുണ്ട്. ഇതും ഞങ്ങളുടെ ഒരു അതിഥിയാണ്. അഭയം കൊടുക്കുന്ന ആൾ അഭയൻ. അതിഥി ഈശോ ബാബ. അതിഥി ഈശോ ബാബ എന്നല്ല, അതിഥി ദേവോ ബാബ. ഞങ്ങള് സത്യക്രിസ്ത്യാനികളല്ലേ മോനെ, പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ നീ ദൈവത്തിന്റെ അമ്മേനെ കണ്ടിട്ടുണ്ടോ? മാതാവേ. ഇതാണ് മാതാവ്. ഞാന് ദൈവത്തിന്റെ ഭാര്യ. ഇവരൊക്കെ ദൈവത്തിന്റെ ആരായിട്ട് വരും? ഇത് ദൈവത്തിന്റെ മാനേജര്, ഇത് ദൈവത്തിന് അസുഖം വരുമ്പോ ചികിത്സിക്കുന്ന നേഴ്സ്. ഞാൻ അമ്പല കമ്മിറ്റി പെട്ട ആളാ. ഞാൻ വേറൊരു അതിഥി. വന്നതാണ്. ഇവരെ ഇവിടെ പാർപ്പിക്കുന്നതാണോ? ഞങ്ങൾ ഇവിടുത്തെ ജഡ്ജാ. മെയിനാ ഞങ്ങള്. നിങ്ങളാണ് അഭയം തേടി വന്ന ആള്. ഞാനേ കുടിയേറി കർഷക പ്രവൃത്തി ചെയ്യുന്ന ഒരു പാവപ്പെട്ട കർഷകനാ. പറയൂ. കുടിയേറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പാരമ്പര്യമായിട്ട് കുടിയേറി താമസിക്കുന്ന ആൾക്കാരാ. ഈ ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് നല്ല കുടിയായിരുന്നേ. അങ്ങനെ കുടിയേറി ഏറി വന്നപ്പോ കുടുംബത്ത് കടം കേറി വന്നു. ഈ കടം കേറി വന്നപ്പോ കടം തന്നവരൊക്കെ കുടുംബത്ത് കേറി വന്നപ്പോ ഞങ്ങള് മല കേറി ഇങ്ങനെ മലയോര കർഷകരായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വന്നു. ദൈവമേ, അതൊന്നും കുഴപ്പമില്ല, സമാധാനമുള്ള കാര്യം. അല്ല, എന്നിട്ട് അവിടെ നിന്ന് പോന്നെന്താ? അവിടെ താമസിച്ചാ പോരായിരുന്നോ? അല്ല, അവിടെ കാട്ടാനകളുടെ ഭയങ്കര ശല്യ. മനുഷ്യരെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ കാട്ടാന എപ്പ വന്നാ കുടുംബത്ത് ഏത് നേരവും ഈ കാട്ടാനയുടെ ശല്യം കാരണം. അമ്മാവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പൊ ആരുമില്ല. ഭാര്യയും 3 മക്കളുണ്ടായി. ഈ ഞാൻ കൃത്യമായിട്ട് വീട്ടിലെത്തിയില്ലെങ്കിൽ കാട്ടാനകൾ കൃത്യമായിട്ട് വീട്ടിലെത്തും. അപ്പൊ അവരുടെ ഈ കാട്ടാനയുടെ ശല്യം കാരണം ഇതേപോലുള്ള കുറെ ദൈവങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഓരോ മക്കളെയും ഓരോരോ കോടീശ്വരന്മാരുടെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കി പാർപ്പിച്ചു. ചെറിയ ആകാശദൂത് അടിക്കുന്നുണ്ട്. ചെറിയൊരു മണം അടിക്കുന്നുണ്ട് അതിന്റെ ആ കഥയുടെ ആകാശദൂത്. നമ്മൾ കണ്ടുപോയി, അതാ പറ്റിയത്. പിള്ളേരെ ആലോചിച്ചിട്ടാണോ? ആകാശദൂതിലെ മാധവിനെ പെട്ടെന്ന് ഓർമ്മ വന്നു എനിക്ക്. സമാധാനം ഉണ്ടാക്കാം. ചക്രവാണി, നമുക്ക് നല്ല സൗകര്യത്തോടു കൂടി ഇദ്ദേഹത്തെ മാന്യമായിട്ട് കൊണ്ടുപോയി നമ്മുടെ വീട്ടില്. നമ്മുടെ ഗസ്റ്റ് അല്ലേ, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. എനിക്ക് ദൈവത്തോടൊരു അപേക്ഷയുണ്ട്. എന്താ? വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല.
കുടിയേറി താമസിച്ച് കർഷക പ്രവൃത്തിയെ ജീവിക്കുന്ന ആൾക്കാരല്ലേ, എന്തെങ്കിലും ചെറിയ പണി ആവതുള്ള കാലം എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ ചെയ്ത് അതെങ്ങനെ ജീവിക്കണം. ശരിയാ വീട്ടില് വരണമെങ്കിൽ നിങ്ങൾ അത് നമ്മുടെ വേണ്ട. ഗസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അല്ല, ജോലി എന്നെ ചെയ്യാൻ ഒരിക്കലും അങ്ങനെ ഒരു അതിഥിയായിട്ട് വീട്ടുകാരനായിട്ട് കണ്ട നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ചെറിയ ചെറിയ കരിയിലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഷൂട്ട് കഴിയുമ്പം ഇതൊരു 3800 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ആണ്, ഇതൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കണം നമ്മുടെ, കേട്ടോ, അതൊന്ന് ചെയ്തേരും. അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ മുറ്റത്ത് കുറെ കരിയിൽ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് പെറുക്കി കളയാ, തോട്ടം ഒന്ന് വൃത്തിയാക്കുക. 4 ദിവസത്തെ ബേബിച്ചന്റെ ഉടുപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് ഡിറ്റർജന്റ് മുക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് കഴുകി ഉണക്കാൻ ഇട്ടാ മതി. പിന്നെ 1500 തേങ്ങ അടപ്പുണ്ടാവുന്ന വെട്ടി വെയിലത്ത് വെച്ച് വെളിച്ചെണ്ണ ആക്കി എടുക്കണം. ഒരു 5-6 പട്ടിക്കൂടെ ഉണ്ട്, അതും കൂടി അതിന്റെ കൂടെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ നല്ലതാ. ഒരേക്കർ തെങ്ങും തോപ്പുണ്ട്, തെങ്ങ് കയറാൻ അളക്കിട്ടിട്ടില്ല, അപ്പൊ അതൊന്ന് കയറി തേങ്ങയിടണം. അയ്യോ, അത് പറഞ്ഞപ്പോൾ നമ്മുടെ വാഴത്തോട്ടം 150 വാഴയുണ്ട്, അതിന്റെ തടം ഒന്ന് പൊട്ടി കുറച്ച് വളം ഇട്ട് പോകും. പിന്നെ അമൃതയുടെ ഒരു 1500 പാവാട അതെ അതെ, ഉണ്ടാവും. 20 ജോഡി ബേബിച്ചന്റെ ചെരുപ്പെടുത്ത് ഞാൻ പുറത്തിട്ടിട്ടുണ്ട്, അത് ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് മിനിക്കാ മതി. ഒരു ലോഡ് വിറക് ഇറക്കിയിട്ടുണ്ട്, അതൊന്ന് വെട്ടിക്കൂട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഒരു 10-12 വണ്ടി എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ മുട്ടയാണ്, അതൊന്ന് സ്റ്റെപ്പിന് ഇട്ടിട്ടൊന്ന് മാറ്റിയിട്ടാൻ പറ്റുമെങ്കിൽ നന്നായി. കാരണം അല്ല അപകടം പറ്റി എന്റെ ഒരു 10-12 വണ്ടി ഉണ്ടല്ലോ. പിന്നെ മാറാലയും കൂടെ അടിക്കാനുണ്ടേ, നമ്മുടെ വീടിന്റെ മാറാല. അല്ല മാറാലടിക്കുന്ന അങ്ങനെ ചോദിക്കട്ടെ, ഇത്രയും ജോലി ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജോലി കഴിഞ്ഞിട്ട് മാറാല അടിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചേ ഉള്ളൂ, കുറച്ച് പരിപാടികളുണ്ട്. മനസ്സിലായി ഇത്തിരി പണിയേ ഉള്ളൂ. മതി. വൈകുന്നേരം അമ്മക്ക് തീർത്താ മതി. അല്ല, ആള് ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ചേട്ടാ ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ പോകുമ്പോ എന്റെ പെട്ടി ഒന്ന് കാറിലേക്ക് ഒന്ന് എടുത്ത് വെച്ചെന്നാ, അങ്ങനത്തെ ചെറിയ ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ശരിക്കും ആ പെട്ടിക്കകത്ത് ആ കാറ് കേറും, അത്ര ഉണ്ട്. ഇതിനിടയിൽ ഉറങ്ങാനൊരു ഇത്തിരി സമയം. ചേട്ടനല്ലേ വേഗം ചെല്ല്. പണി തുടങ്ങിക്കോ. ഇപ്പൊ തുടങ്ങിയ